ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. KCYM കൊച്ചി രൂപതയുടെ നേതൃത്വത്തിൽ വിശുദ്ധ തോമസ് മൂർ അനുസ്മരണം യോഗം നടന്നു. കേരള കാത്തോലിക്ക യുവജന പ്രസ്ഥാനത്തിന്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ തോമസ് മൂറിന്റെ അനുസ്മരണ യോഗം KCYM കൊച്ചി രൂപത സംഘടിപ്പിച്ചു. കേരള BBC യുവജന കമ്മീഷൻ സെക്രട്ടറി ഫാദർ അനൂപ് ആന്റൺ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ചർച്ചയിൽ ഇരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത് KCYM ആദ്യത്തെ ഒരു ധർമ്മമായി ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. അപ്പൊ അതിന്ന് ഈ കൊച്ചി രൂപതയിൽ ഈ തോപ്പുപടി ഇടവകയിൽ ആരംഭിക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. എപ്പോഴും കൊച്ചി രൂപത KCYM ശക്തമായ നേതൃത്വം നില തന്നുകൊണ്ടും മറ്റെല്ലാ പ്രവർത്തനങ്ങൾക്കും ശക്തമായ വേദി ഒരുക്കിക്കൊണ്ടുമൊക്കെ എപ്പോഴും സഹകരിക്കുന്നതാണ്. എന്തിനാണ് ഒരു പത്രം എന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കില്ല. കാരണം നിങ്ങൾ യൗവനക്കാർക്ക് അറിയാം എന്താണ് ഒരു പത്രത്തിന്റെ പ്രസക്തി എന്താണ്. ഈ ദിവസങ്ങളിൽ മനോരമ ഓൺലൈനിൽ ഒരു വാർത്ത വന്നു. ആ വാർത്തയുടെ തംബ്നെയിൽ ഇങ്ങനെയായിരുന്നു: കന്യാസ്ത്രീകൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കുഴിച്ചെടുത്തു. നിങ്ങൾ വായിച്ച് കേട്ടായിരുന്നു. റോമൻ കാത്തലിക്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ വന്ന ഒരു വാർത്തയാണ്. അത് ഷെയർ ചെയ്തതാണ്. കന്യാസ്ത്രീകൾ കുഞ്ഞുങ്ങളെ കുഴിച്ചിടുന്നത് എന്ന് പറഞ്ഞു. KCYM കൊച്ചി രൂപത പ്രസിഡന്റ് ഡാനിയ ആന്റണി അധ്യക്ഷത വഹിച്ചു. KCYM കൊച്ചി രൂപത ഡയറക്ടർ ഫാദർ മെൽറ്റസ് കുലശ്ശേരി ആമുഖ പ്രഭാഷണം നടത്തി. കേരള ലത്തീൻ സഭയുടെ മുഖപത്രമായ ജീവനാഥം കൊച്ചി രൂപതയിലെ എല്ലാ ഇടവകളിലേക്കും പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി KCYM കൊച്ചി രൂപത ആവിഷ്കരിച്ച യുവ ജീവനാഥം പദ്ധതി 2025 ഉദ്ഘാടനം ജീവനാഥൻ ഡയറക്ടർ ഫാദർ സ്റ്റീഫൻ തോമസ് ചാലക്കര യോഗത്തിൽ നിർവഹിച്ചു. രൂപത ജോയിന്റ് ഡയറക്ടർ ഫാദർ ജോഷി എലശ്ശേരി, തൊപ്പമടി സെന്റ് സെബാസ്റ്റ്യൻ ഇടവക വികാരി ഫാദർ ടോമി ചമ്പക്കാട്, KCYM മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ക്രിസ്റ്റി ചക്കാലക്കൽ, KCYM കൊച്ചി രൂപത മുൻ ജനറൽ സെക്രട്ടറി ടോസി പൂപ്പുര, KCYM കൊച്ചി രൂപത വൈസ് പ്രസിഡന്റ് ക്ലിന്റൺ ഫ്രാൻസിസ്, KCYM കൊച്ചി രൂപത എക്സിക്യൂട്ടീവ് അംഗം ബേസിൽ റിച്ചാർഡ്, KCYM കൊച്ചി രൂപത സംസ്ഥാന സിൻഡിക്കേറ്റ് അംഗം അന്ന സിൽഫ, സംസ്ഥാന സെനറ്റ് അംഗം കാസി പൂപ്പന, KCYM തോപ്പുംപടി യൂണിറ്റ് പ്രസിഡന്റ് സയന ഫിലോമിന എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.